2-3 ദിവസം പഴക്കമുള്ള മൃതദേഹങ്ങളായിരുന്നു എല്ലാം. ഈ ടണലിൻ്റെ ഫേസിൽ പോയി ഇടിക്കുകയായിരുന്നു. വണ്ടി ഡീറെയിലായി. അപ്പോൾ ലോക്കോ പൈലറ്റും പരിക്ക് പറ്റി. ഒരു 50-50ഓളം പേര് മരിച്ചു. ഈ പാളം തെറ്റിക്കിടക്കുന്ന ഇതെല്ലാം എടുത്ത് പൊക്കി വെച്ച് അതിൽ നിന്ന് ഓരോരുത്തരെ എടുത്ത് മാറ്റുകയൊക്കെ വേണം. അതിൻ്റെ അടുത്തെങ്ങും ജനവാസമുള്ള ഏരിയ അല്ല. ഒരുപാട് സ്വർണ്ണം ഇട്ടുകൊണ്ട് ട്രെയിനിലും യാത്ര ചെയ്യാൻ പാടില്ല. അയാൾ കുടിക്കുന്ന വെള്ളത്തിൽ മയക്കുമരുന്ന് കലർത്തി. ആ മനുഷ്യൻ പിന്നെ തിരുവനന്തപുരത്ത് പിറ്റ്ലൈനിലാണ് ഉണരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള കസ്റ്റമർ സർവീസ് ഇന്ത്യൻ റെയിൽവേയാണ്. ഇപ്പോൾ ഉള്ള ട്രെയിനുകളിൽ എല്ലാത്തിലും ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പറിൽ വിളിച്ചിട്ട് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷനിൽ ആൾ വന്ന് ക്ലീൻ ചെയ്യും. പിറ്റേ ദിവസം കോൺട്രാക്ടർ ഇയാളെ വീട്ടിൽ വന്ന് കണ്ടു കെയറിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയിട്ട് അവരുടെ പാർക്കിങ്ങിന് വേണ്ടി വണ്ടി വരുമ്പോൾ മുഴുവൻ ട്രാഫിക് ബ്ലോക്ക് ആവും. പല മുട്ട് ന്യായങ്ങളാണ് പലരും പറയുന്നത്. വണ്ടി ആ സമയത്ത് ബ്രേക്ക് പിടിച്ചു, വാതിൽ വന്ന് അടിക്കൂ, തെറിച്ചുപോയി. അത് ഒരു റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാവും, ഈ കൈ വിട്ടുപോകും, നേരെ പ്ലാറ്റ്ഫോമിനുള്ളിലേക്ക് പോകും. അങ്ങനത്തെ ഇൻസിഡൻസും ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ലോക്കോ പൈലറ്റ് പോലും അങ്ങനെ മരിച്ചു. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. അതുപോലെ തന്നെ സാറിൻ്റെ ഇത് നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട ഒരു സ്റ്റോറി ഈ ഒരുപാട് ഡെഡ് ബോഡീസ് ആയിട്ട് ഒരു ട്രെയിൻ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുന്നു. കാരണം നമുക്ക് ഒരു ഡെഡ് ബോഡി ആണെങ്കിൽ പോലും നമുക്ക് എന്തോ ഒരു പേടിയുണ്ട്. ഒരു വണ്ടി നിറച്ചും നമുക്കറിയാത്ത ആളുകളുടെ ഡെഡ് ബോഡി ആയിട്ട് കൊണ്ടുപോകുന്ന ആ ഒരു സിറ്റുവേഷൻ, അത് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. എന്തായിരുന്നു അത്? അത് കുറേ കാലം മുമ്പാണ്, 2002 ആ കാലഘട്ടത്തിലാണ്. അന്ന് ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞാൽ സാധാരണ മഴക്കാലത്ത് ഞങ്ങളുടെ അവിടെ ഭയങ്കരമായിട്ട് ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്ന കാലമായിരുന്നു. കല്ല് മണ്ണുമൊക്കെ ഇടിഞ്ഞു വീഴും. അതായത് അപ്പോൾ പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. റെയിൽവേയുടെ പണി കഴിഞ്ഞിട്ട് അധികം നാളായിട്ട്. നാട്ടിൽ വെച്ചിട്ടാ? അത് ഒരു മഹാരാഷ്ട്രയിലെ ഒരു റിമോട്ടായിട്ടുള്ള സ്റ്റേഷനാണ്. അപ്പോൾ സ്റ്റേഷനിലല്ല നടക്കുന്നത്, 2 തുരങ്കങ്ങൾ കിടക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ആ വളരെ ഇറക്കമുള്ള വഴി റോഡാണ് അവിടെ. റോഡ് മീൻസ് റെയിലാണ്. അപ്പോൾ നമ്മളൊരു 10-70 കിലോമീറ്റർ സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എൻജിൻ റേസ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് 110-120 കിലോമീറ്റർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യും. കുറേ അടുത്ത സ്റ്റേഷൻ, അടുത്ത 2-3 സ്റ്റേഷൻ വരെ ആ സ്പീഡിൽ പോയിക്കോളും. അത്ര ഇറക്കമാണ്, കുത്തനുള്ള ഇറക്കമാണ്. അപ്പോൾ അവിടെ ഒരു ദിവസം രാത്രി ഒരു പാറക്കൽ വന്ന് വീണു. ഈ ലോക്കോ പൈലറ്റ് വളവാണ്, ഏതാണ്ട് കഷ്ടിച്ച 500-600 മീറ്റർ ദൂരത്തെ കാണാൻ പറ്റത്തുള്ളൂ. രാത്രിയാണ്, വെട്ടവും ഒന്നുമില്ല. അന്നത്തെ ഹെഡ്ലൈറ്റുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പവർഫുള്ളൊന്നും ആയിരുന്നില്ല. അതിൽ പോയി ഇടിച്ച് വണ്ടി ഡീറെയിലായി. ഈ ടണലിൻ്റെ ഫേസിൽ പോയി ഇടിക്കുകയായിരുന്നു. അപ്പോൾ ലോക്കോ പൈലറ്റും പരിക്ക് പറ്റി. ഒരു 10-50ഓളം പേര് മരിച്ചു. അപ്പോൾ ഈ 2 തുരങ്കത്തിനിടക്കായതുകൊണ്ട് വണ്ടി മറ്റ് റോഡ് മാർഗമോ അല്ലെങ്കിൽ റെയിൽ മാർഗമോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം ഈ പാളം തെറ്റിക്കിടക്കുന്ന ഇതെല്ലാം എടുത്ത് പൊക്കി വെച്ച് അതിൽ നിന്ന് ഓരോരുത്തരെ എടുത്ത് മാറ്റുകയൊക്കെ വേണം. അതിൻ്റെ അടുത്തെങ്ങും ജനവാസമുള്ള ഏരിയ അല്ല. ഒരു 2-3 അല്ല, ഒരു 10-15 കിലോമീറ്ററോളം ആ പരിസരത്തൊന്നും ജനവാസമില്ല. മുഴുവൻ കാടും മറ്റ് മലകളുമായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നാട്ടുകാർ വന്ന് രക്ഷാപ്രവർത്തനം നടത്തും. നമ്മുടെ ഇവിടെ നടത്തുന്ന പോലെ നടത്താനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുന്ന് ഗോവയിൽ നിന്ന് ട്രെയിനും കൊണ്ടുപോയി ഞങ്ങൾ അവരുടെ ആക്സിഡൻറ്റ് റിലീഫ് ട്രെയിൻ കൊണ്ടുപോയിട്ട് അവർ ഇങ്ങനെ തലയെ ചുമന്നൊക്കെയാണ് ഓരോ ഇത് കൊണ്ടുവരുന്നത്. ആളെ എടുത്തുകൊണ്ട് വരുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ പരിക്കേറ്റവരെയും മരിച്ചവരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല. പിന്നെ ഈ ആൾക്കാരെ തിരിച്ചറിയാത്ത ബോഡി മോർച്ചറി വെക്കാനുള്ള സംവിധാനങ്ങളില്ല. അപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്നിട്ട് റെയിൽവേയുടെ ഡോക്ടറുണ്ട്, പിന്നെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർ ഈ കൊണ്ടുവരുന്ന ബോഡി പൊതിഞ്ഞിട്ട് അതിന് സൗകര്യമുള്ള പിന്നെ ഗോവ മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അവർ ഇതെല്ലാം കൂടി ഒരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടാക്കി. ആ സ്പെഷ്യൽ ട്രെയിൻ ഓടിക്കാനും ഇപ്പോൾ നമ്മൾ അവിടെ ചെന്നവർക്കാണല്ലോ അത് ഓടിക്കാനാണ്. സ്പോട്ടിലുള്ള ആൾക്കാരെ അതിനുവേണ്ടി വിനിയോഗിച്ചു. അപ്പോൾ അത് കുറച്ച് കഷ്ടമായിരുന്നു. കാരണം ഒരു ഒട്ടും ലൈവ് അല്ലാത്ത നമുക്ക് പുറകിൽ നമുക്ക് തന്നെ അറിയാലോ, വളരെ അത് 2-3 ദിവസം പഴക്കമുള്ള
മൃതദേഹങ്ങളായിരുന്നു എല്ലാം. അപ്പോൾ അപ്പൊ അത് കഴിഞ്ഞിട്ടാണോ നിങ്ങൾ എടുക്കാനായിട്ട് പോയത്? അല്ല, അത് കഴിഞ്ഞിട്ട് പോകുന്നതിൻ്റെ അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞ് ഇതിൻ്റെ ഓരോ ഇത് എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അത്രയും സമയം എടുക്കും. ഇത് സ്റ്റേഷൻ വരെ എത്തിക്കണമല്ലോ. ആദ്യം സ്റ്റേഷനിൽ ഇതിൻ്റെ തുരങ്കത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ സാധനങ്ങൾ ഓരോ മനുഷ്യരെയും അല്ലെങ്കിൽ എത്ര പേരുണ്ടായിരുന്നായിരിക്കും? അറൗണ്ട് ഒരു 50 പേര് കൂടുതലുണ്ട്. 50 പേര് കൂടുതൽ. അപ്പോൾ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് വേണം ഇതിൽ ഈ ബോഡി പൊതിഞ്ഞിട്ട് തുണി കൊണ്ട് പൊതിഞ്ഞ് ട്രെയിനിൽ കൊണ്ടുവന്നത്. അപ്പോൾ പക്ഷേ അവിടെ ഗോവയിലെത്തിയപ്പോഴത്തേക്ക് വളരെ ഇതായിട്ടുള്ള ഒരു സീനായിരുന്നു, വളരെ സങ്കടകരമായൊരു സീനായിരുന്നു അത്. ഇവർ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലായിരുന്നു അപ്പോൾ ആളുകൾ? കുറച്ച് പേരൊക്കെ, പക്ഷെ എല്ലാവരും ഒന്നും അല്ല, കുറേ പേരെയൊക്കെ അങ്ങനെ തിരിച്ചറിയാൻ പറ്റും. അത് ആദ്യത്തെ ജനറൽ കോച്ചുകളിലാണ് അധികം പേര് മരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ജനറൽ കോച്ചിലുള്ളവർക്ക് ഡീറ്റെയിൽസ് ഒന്നും റെയിൽവേയുടെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ. മറ്റേ സ്ലീപ്പർ ടിക്കറ്റ് ആണെങ്കിൽ അവരുടെ അഡ്രസ്സും പേരും ഒക്കെ ഉണ്ടാവും. ഇത് സാധാരണ ടിക്കറ്റ് മേടിക്കുന്നു, ആരും ടിക്കറ്റ് മേടിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ഒരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ ദുഃഖകരമായ ഒരു അനുഭവമായിരുന്നു. കുറച്ച് ദിവസം എടുത്തോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ? അത് കുറച്ച് ദിവസം നമുക്ക് ലീവ് എടുക്കേണ്ട വന്നിട്ടുണ്ട് അതിന് ശേഷം. സാധാരണ അങ്ങനെ ഞങ്ങൾ ചെയ്യാറ്. ഇപ്പോൾ ഒരു വലിയ ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നീല ലീവ് എടുത്ത് കുറച്ച് ദിവസത്തേക്ക് മാറും. വലിയ ആക്സിഡൻ്റ് അല്ല, ചെറിയ ആക്സിഡൻറ്റുകളാണെങ്കിൽ പോലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു അന്ധവിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. അതായത് ഒന്ന് ഈ ആക്സിഡൻറ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെ അടുത്തടുത്ത് ഒരു ദിവസം മാൻ റൺ ഓവർ, അടുത്ത ദിവസം ക്യാറ്റ് റൺ ഓവർ, അങ്ങനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തകരാറുകൾ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു ഈ പറഞ്ഞ പോലെ നമ്മൾ ചെന്നിടിക്കുന്നതും അതിനകത്ത് കൂട്ടൂലേ? അതെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അതൊരു ചെയിൻ ആണെങ്കിൽ അതിനെ മുറിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലീവ് എടുത്ത് മാറുകയോ, അല്ലെങ്കിൽ ഞങ്ങൾ സിക്ക് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. സിക്ക് എന്ന് വെച്ചാൽ നമുക്ക് സുഖമില്ല എന്ന് പറഞ്ഞ ഡോക്ടറെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇതിങ്ങനെ തുടർന്ന് പോകുന്നത് ആ ഒരു ചെയിൻ മുറിക്കാൻ വേണ്ടിയിട്ട്. അതൊരു അന്ധവിശ്വാസമാണ് എന്നാലും. അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് സഫർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളിലൊന്നാണ് മോഷണം. നമ്മൾ ട്രെയിനിലൊക്കെ ഈ പ്രത്യേകിച്ച് AC കോച്ച് അല്ലാതെ സ്ലീപ്പറിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഇരിക്കുമ്പോഴൊക്കെ ഫോണ്, മാല, ഇതൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ അംഗവൈകല്യങ്ങൾ ഇല്ലാത്തവർ അത് അഭിനയിച്ച് വന്ന് കയറി അങ്ങനെ കുറേ ഇത്തരം ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം ഇങ്ങനൊരു അറ്റാക്ക് അല്ലാണ്ട് ഈ റിമോട്ട് ഏരിയാസിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓടിക്കേറി അപകടപ്പെടുത്തുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ടോ, ഫേസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ വളരെ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ സംഭവം. അതായത് പിന്നെ എന്താ പറയുക, പാസഞ്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പാസഞ്ചേഴ്സ് പല കാര്യങ്ങളെക്കുറിച്ചും ഈ ഒരു കൃത്യമായ ധാരണയില്ലാതെ വരിക. ഒരുപാട് സ്വർണ്ണം ഇട്ടുകൊണ്ട് ട്രെയിനിലും യാത്ര ചെയ്യാൻ പാടില്ല. ഒരു കാരണം കഴിയുന്നതും സ്വർണ്ണം എല്ലാം ഒഴിവാക്കുക. അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോൾ അഥവാ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് മറ്റുള്ളവർക്ക് എക്സ്പോസ്ഡ് ആവുന്ന രീതിയിൽ ഉപയോഗിക്കരുത്. പിന്നെ പല സ്റ്റേഷനിൽ എന്ത് ചെയ്യുന്ന വണ്ടി നിർത്തി കഴിയുമ്പോഴത്തേക്ക് ഈ ജനൽ വിൻഡോ ഒക്കെ തുറന്നിട്ടിട്ട് ഉറങ്ങുന്ന ഒരു സ്വഭാവം സ്ത്രീകൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഈ വിൻഡോ തുറന്നിട്ടിരിക്കുന്നതുകൊണ്ട് പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് കൈ ഇട്ട് വളരെ ഈസി ആയിട്ട് ഇത് പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ CCTV ഒക്കെ ഉള്ളതുകൊണ്ട് ആളെ വേണമെങ്കിലും കണ്ടുപിടിക്കാവുന്നൊരു ഇതുണ്ട്. സാധാരണ എല്ലായിടത്തും CCTV ഒന്നും ഇല്ലെങ്കിൽ ആ സ്വർണ്ണത്തിൻ്റെ വിലയൊക്കെ വൻതോതിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പിന്നെ നമ്മളവിടെ റിപ്പോർട്ട് ചെയ്തുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടിയിൽ പോകുമ്പോൾ അടുത്തിരിക്കുന്ന യാത്രക്കാരുമായിട്ട് ഭയങ്കര സൗഹൃദമൊക്കെ ഉണ്ടാവും. അവരപ്പം ഭക്ഷണം നമുക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് വരും. നമ്മൾ കുറേ നേരം സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്രണ്ട്ലി ആയി കഴിയുമ്പോൾ നമ്മളത് കഴിക്കും. പക്ഷേ ആ ഭക്ഷണത്തിൽ മായം കലർത്തിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാൻട്രിക്കാരുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ IRCTC ഓതറൈസ്ഡ് ആയിട്ടുള്ളവരുടെ കയ്യിൽ നിന്നോ, അതും അല്ലെങ്കിൽ ഇപ്പോൾ റെയിൽ വൺ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പുണ്ട് IRCTCയുടെ. ഇന്ത്യൻ റെയിൽവേയുടെ ആപ്പാണ്. അതിൽ കൂടെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം, ടിക്കറ്റ് ബുക്ക് ചെയ്യാം, പിന്നെ മറ്റ് വണ്ടി എവിടെ എത്തി എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നൂർജഹാനും ആ റെയിൽ വൺ എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അതുകൂടെ വേണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് അതിൽ. PNR എൻക്വയറി എല്ലാം നടത്താൻ പറ്റും. അപ്പോൾ അതുപോലെ ഉള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാനാണ് ഏറ്റവും സേഫ്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ
ഫാദറിലോ ഒരു പ്രാവശ്യം അവരെ കാണാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ കുടിക്കുന്ന വെള്ളത്തിൽ മയക്കുമരുന്ന് കലർത്തി. ആ മനുഷ്യൻ പിന്നെ തിരുവനന്തപുരത്ത് പിറ്റ് ലൈനിലാണ് ഉണരുന്നത്. ഗോവയിൽ നിന്ന് ഉറങ്ങാൻ കിടന്ന ആൾ ഉണരുന്നത് പിറ്റ് ലൈനിലെത്താണ്. അയാളുടെ കയ്യിലുണ്ടായിരുന്ന വാച്ചും മൊബൈൽ ഫോൺ മറ്റ് സാധനങ്ങളെല്ലാം അടിച്ചുകൊണ്ടുപോയി, പൈസ ഒക്കെ കൊണ്ടുപോയി. അപ്പോൾ അതുപോലെ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരുടെ നിന്ന് ഫുഡ് കഴിക്കുകയേ ചെയ്യരുത്. അവരുമായിട്ട് ഒരുപാട് സൗഹൃദം സ്ഥാപിക്കുന്നതും അത്ര നല്ലതല്ല. പിന്നെ ഇത് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുന്ന ആൾക്കാരുണ്ട്. അതും എങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് എക്സ്പോസ് ചെയ്തുകൊണ്ടാണ് അവർ തട്ടിപ്പറിച്ച് ഓടാൻ സാധ്യത ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കുറച്ച് കാണുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞാണ് അവിടെ ഏതോ ഒരു വളവുണ്ട്, ആ സ്റ്റേഷൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് ഇവർ ചെയിൻ വലിച്ചിട്ട് വണ്ടി നിൽക്കും ആകുമ്പോഴത്തേക്ക് അടുത്തിരിക്കുന്ന ആളുടെ ഇതെടുത്തിട്ട് ആ ഇതിൽ കൂടെ ഓടും. അവിടെ താഴെ കാർ കൊണ്ട് ആൾ നിൽക്കുന്നുണ്ടാവും, ഇവർ കയറി രക്ഷപ്പെടുക ചെയ്യുന്നത്. അത് പിന്നെ പോലീസിന് റെയിൽവേയുടെ നിയമപ്രകാരം നിങ്ങൾക്ക് ഒരു മോഷണം റെയിൽവേയിൽ നടന്നു കഴിഞ്ഞാൽ എവിടെയാണോ ആ മോഷണം നടക്കുന്നത് ആ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ കംപ്ലയിൻറ്റ് ചെയ്യണം. മനസ്സിലായി. അപ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും മടിക്കുമല്ലോ. നമ്മളിപ്പോൾ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുക, ബോംബെക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഡൽഹിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് തിരൂർ വെച്ചിട്ട് എൻ്റെ വസ്തുക്കളൊക്കെ മോഷണം പോയി. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല മോഷണം പോയ കാര്യം. മോഷണം പോയി അറിയുകയാണെങ്കിൽ ഓക്കെ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റും. നമ്മൾ പോയിട്ട് അല്ല ഗോവയിൽ പോയിട്ട് പറയുകയാണ് എൻ്റെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുകയാണ് എവിടെ വെച്ചാൽ പോയത്, അത് സ്വാഭാവികമായിട്ട് ഇവിടെ മംഗലാപുരത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേഷൻ വെച്ചിട്ടാണെന്ന് പറയുമ്പോൾ അവർ പറയുക അവിടെ ആ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വേണം നിങ്ങൾ ചെയ്യണം. അപ്പോൾ അത് പിന്നെ ഇതിൻ്റെ പുറകെ നമുക്ക് നടക്കേണ്ടതായിട്ടും വരും. എനിക്ക് തന്നെ പേഴ്സണലായിട്ട് അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ കുട്ടിയെ ഭാര്യയായിട്ട് വരുന്ന സമയത്ത് കുട്ടിക്ക് സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ടിക്കറ്റ് കൊണ്ട് അവിടെ കയറി കഴിഞ്ഞാൽ ആ സമയത്ത് കുട്ടി ഭയങ്കര ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു. അപ്പം കുട്ടിയെ ഇത് കുളിപ്പിക്കുക മറ്റൊക്കെ ചെയ്ത് എങ്ങനെ ഉറക്കിയതാണ്. അപ്പോൾ അവൾക്ക് അലർജിയുടെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഭാര്യയുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈലും എൻ്റെ മൊബൈലും കുട്ടിയുടെ സ്വർണവും എല്ലാം കൂടി ഒരു ബാങ്കിലാക്കിയിട്ട് തലയുടെ അടിയിൽ വെച്ചിരുന്നു. മോളിൽ കിടന്നിരുന്ന ഒരാൾ കോഴിക്കോട് ഇറങ്ങിപ്പോയി. അപ്പോൾ നമ്മളത് അറിയുന്നൊന്നുമില്ല ആ സമയത്ത്. പിന്നെ ഇവിടെ മംഗലാപുരത്ത് എത്തിയപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ അയാളാണോ എന്ന് അറിയില്ല. ഇത് മിസ്സിംഗ് ആണ്, വാനിറ്റി ബാഗ് മിസ്സിംഗ് ആണ്. അതിൽ സ്വർണ്ണം ഉണ്ടായിരുന്നു, അവളുടെ വാളയും ഇതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം പോയി. അപ്പോൾ പറഞ്ഞത് നിങ്ങൾ കോഴിക്കോട് ആണ് ഇത് ചെയ്യേണ്ടിയിരുന്നതാണ്. പിന്നെ കോഴിക്കോട് പോയി പരാതി കൊടുത്തു. അവിടുന്ന് പോലീസ് അന്വേഷണം വന്നു, പക്ഷെ അത് കിട്ടുന്നുണ്ടായില്ല. നമ്മൾ കെയർഫുൾ ആവാണ്ട് ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. പാസഞ്ചേഴ്സ് ഒരുപാട് കാര്യങ്ങൾ പാസഞ്ചേഴ്സിന് റെയിൽവേയെ പറ്റിയിട്ടുള്ള അജ്ഞത കാരണം ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഒരു കാര്യത്തിന് ഇപ്പോൾ റെയിൽവേ നിയമങ്ങൾ അറിഞ്ഞിരിക്കുന്നത് അത്യാവശ്യമാണ്. ഉദാഹരണത്തിന് വണ്ടി മൂവ് ചെയ്യുമ്പോൾ കയറാനോ ഇറങ്ങാനോ പാടില്ല. അയ്യോ, അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വീഡിയോസ് കാണുന്നത്. മൂവ് ചെയ്യുമ്പോൾ ഇറങ്ങിയിട്ട് ബാലൻസ് തെറ്റി ഈ ട്രാക്കിന്റെ ഇടയിലോട്ട് തന്നെ വീഴുന്നതൊക്കെ ഈ അടുത്ത കാലത്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഓടുന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങാനും കയറാനും ശ്രമിക്കുന്നത് ഏറ്റവും അപകടകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളാണ് അതിൽ ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്. കാരണം അവരുടെ ജഡ്ജ്മെന്റിന്റെ പ്രശ്നമാണെന്ന് അറിയില്ല, ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ റെയിൽവേ സംബന്ധിച്ചിടത്തോളം ഈ നമ്മൾ മൂവ് ചെയ്യുന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങാതിരിക്കുക കയറാതിരിക്കുക ചെയ്യുക എന്നുള്ളതാണ് അതിൽ അത് ഒഴിവാക്കാനുള്ള ഏക മാർഗം. അപ്പോൾ അല്ലെങ്കിൽ എന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണ്ട അത് അത്തരം ഇത് ഒഴിവാക്കുക കഴിയുന്നത്. രണ്ടാമത്തത് ഈ ട്രെയിൻ വണ്ടിയിൽ കയറാൻ വേണ്ടി അല്ലാതെ ട്രാക്കിൻ്റെ പരിസരത്തേക്ക് വരാതിരിക്കുക. വണ്ടിയിൽ കയറാൻ വേണ്ടി മാത്രം വരിക, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതൊന്നും നേരത്തെ പറഞ്ഞ സെൽഫി എടുക്കുക അല്ലെങ്കിൽ വേറെ മറ്റ് എന്തെങ്കിലുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ വന്നിട്ട് ട്രാക്ക് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കഴിയുന്നത് ഒഴിവാക്കുക. ഈ വണ്ടികളൊക്കെ കാറൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടിട്ട് കാറ്റുകൊള്ളാൻ പോകുന്നത് അങ്ങനെയൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ ഡോറിന്റെ സൈഡിൽ ഇരിക്കുകയും നിൽക്കുകയും ചെയ്യുന്നത് വലിയ അപകടം ഉണ്ടാകുന്നതാണ്. കാരണം ഇത് ഈ വണ്ടിയുടെ ഡോർ എന്ന് പറയുന്നത് ഒരു 10, 30, 50 കിലോ വെയിറ്റുള്ള ഡോർ. സാധാരണ ഇതിൽ നമ്മൾ വാഷ് ബേസിന്റെ അവിടെ വന്നിട്ട് കഴിഞ്ഞ ദിവസം എൻ്റെ വണ്ടിയിൽ നിന്ന് ഒരാൾ വീണത്, അയാൾ മുറുക്കാൻ ചവയ്ക്കുന്ന ആളായിരുന്നു, ഉത്തരേന്ത്യക്കാരനാണ്. അയാൾ മുറുക്കാൻ തുപ്പാൻ വേണ്ടിയിട്ട്
പുറത്തേക്ക് തുപ്പാൻ വേണ്ടി വന്നു. ആ. എനിക്ക് അവിടെ വാഷ് ബേസിൻ ഉണ്ടാവും, വാഷ് ബേസിൽ തുപ്പിയാൽ മതി. പക്ഷേ ആ വാഷ് ബേസിൽ തുപ്പാതെ ഇയാൾ പുറത്തേക്ക് തുപ്പാൻ വേണ്ടി വന്നു. വണ്ടി ആ സമയത്ത് ബ്രേക്ക് പിടിച്ചു, വാതിൽ വന്ന് അടിച്ചു, തെറിച്ചു പോയി. അയ്യോ. അങ്ങനെ അപ്പോൾ ഡോറിന്റെ സൈഡിൽ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യരുത് ഒരു കാരണവശാലും. നമ്മൾ കുറെ പേര് കണ്ടിട്ടുണ്ട് ടിക്കറ്റ് എടുത്താലും ഡോറിന്റെ സൈഡിൽ തന്നെ നിന്ന് ഫുള്ള് അതാ പറയാം, ഡോറിന്റെ സൈഡിൽ നിന്നിട്ട് പിന്നെ മൊബൈൽ നോക്കുന്ന ആൾക്കാർ, പിന്നെ ആൾക്കാർ പരസ്പരം സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിയുന്നതല്ല ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക. ഇല്ലെങ്കിൽ അങ്ങനെയാണ് തന്നെ ഒരുപാട് അപകടം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ചായ വാങ്ങിച്ചിട്ട് റെയിൽവേയിലെ ചായ എന്ന് പറയുമ്പോൾ ഭയങ്കര ചൂടുള്ള ചായ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഡിപ് ചായ ഉണ്ടാവും. ഡിപ് ചായക്ക് ആ തേയില ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ പാലോ അല്ലെങ്കിൽ എന്താണോ ലിക്വിഡിന് ഭയങ്കര ചൂടുണ്ടാവും. അങ്ങനെ തേയിലയുടെ ആ നീരയിലേക്ക് ഇറങ്ങും ആൾക്കാർ. അപ്പോൾ ഈ ചൂടുള്ള ചായ ഒരു കൈ പിടിച്ചുകൊണ്ട് ബോഡി പിടിക്കാൻ നോക്കും. സ്വാഭാവികമായിട്ടും ബോഡി പിടിക്കുന്ന സമയത്ത് ഇത് തുളുമ്പി കയ്യിൽ വീഴും. കൈ വീണ് കഴിഞ്ഞാൽ അത് ഒരു റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാവും, ഈ കൈ വിട്ടുപോകും, നേരെ പ്ലാറ്റ്ഫോമിനുള്ളിലേക്ക് പോകും. അങ്ങനത്തെ ഇൻസിഡൻസും ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ലോക്കോ പൈലറ്റ് പോലും അങ്ങനെ മരിച്ചിട്ടുണ്ട്. അയ്യോ, ഈ ചായ വാങ്ങിച്ച് വണ്ടി കയറാൻ ശ്രമിച്ചു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു അവയർനെസ് പോലെ എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതെ, ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും എല്ലാവരെയും ഒന്ന് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ, ട്രെയിനിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ നമുക്ക് കിട്ടുന്ന ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് കഴിച്ച ശേഷം അതിന്റെ ബാക്കിയൊക്കെ അവിടെ ഇവിടെ വിതറിടുന്ന ഒരു രീതി, പഴമൊക്കെ കഴിച്ചു. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ AC കോച്ചിലൊക്കെ ഒരുപാട് എലി, മറ്റ് ഈ പാറ്റ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയറി വരുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ കഴിയുന്നു ഒഴിവാക്കി കുറെ കൂടി ക്ലീൻലിനെസ് ഒക്കെ പാലിക്കാൻ. കേരളത്തിലുള്ളവർ കുറച്ചുകൂടി ഭേദമാണ്, അങ്ങോട്ടുള്ളവർ അത്തരം കാര്യങ്ങൾ തീരെ ശ്രദ്ധിക്കാറില്ല. പക്ഷെ അത് പാസഞ്ചേഴ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റെയിൽവേക്ക് വലിയ തോതിലുള്ള ധനലാഭം ഉണ്ടാവും. കാരണം ഇത്തരം ഇതൊക്കെ ഉണ്ടാവും. അതുപോലെ എനിക്ക് വേറൊരു ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ പറയട്ടെ. നമ്മളിപ്പോൾ ഈ നല്ല തിരക്കുള്ള ട്രെയിനൊക്കെ ആണെങ്കിൽ പോലും ചില സ്റ്റേഷൻസിൽ ചിലപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ ഇത് നിർത്തി ഇടാറുള്ളൂ. അപ്പോൾ ആ സമയങ്ങളിൽ ഈ ഇറങ്ങാനുള്ള ഒരു ടൈം കിട്ടാതെ പോവാറുണ്ടല്ലോ. ഒരുപാട് ആളുകളാകുമ്പോൾ ഉള്ളിൽ നിന്നൊക്കെ നല്ല തിരക്കിന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ അങ്ങനെയും അപകടങ്ങൾ സംഭവിക്കാറുണ്ടല്ലോ. ശരിക്കും സാധാരണഗതിയിൽ റെയിൽവേ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് വരെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ തിരക്കുള്ള സ്റ്റേഷനെ അനുസരിച്ചിട്ട് ചില സ്റ്റേഷനുകളിൽ കുറഞ്ഞ സമയം 1 മിനിറ്റേ കൊടുക്കുന്നു. ഈ 1 മിനിറ്റ് കൊണ്ട് ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇറങ്ങാൻ പറ്റും. എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പലരും നല്ല ഉറക്കത്തിലായിരിക്കും. അപ്പം നമുക്ക് ഏത് സ്റ്റേഷനിലാണോ എത്തേണ്ടത് എന്ന് ഇവർക്ക് നല്ല ധാരണ. അവസാന നിമിഷമാണ് ഇത് ഇവിടെയാണോ ഇറങ്ങേണ്ടത്, ഒരു വണ്ടി മൂവ് ചെയ്യുന്ന നേരത്തായിരിക്കും അവർ ഓർക്കുക. അന്നേരം ഇതെല്ലാം കൂടെ എടുത്തു വെച്ച് ചാടും. ആ സമയത്ത് എൻ്റെ അഭിപ്രായത്തിൽ അതിനേക്കാൾ നല്ലത് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുന്നതാ. ഏതായാലും വിട്ടുപോയി വണ്ടി, അപ്പോൾ അതുകൊണ്ട് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാമെന്ന് തീരുമാനിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, IRCTCയുടെ അലാറം ഉണ്ട്. ഇപ്പോൾ IRCTCയുടെ അലാറം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്ക് അലാറം അടിക്കും, കുറച്ച് മുമ്പ് തന്നെ അലാറം വരും. അതും അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ റെയിൽ വൺ എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്, അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ എവിടെ എത്തി എന്നുള്ള അറിയാൻ പറ്റും. നമ്മുടെ ഏതാ സ്റ്റേഷൻ അവിടെ നമുക്ക് ഇറങ്ങാനും പറ്റും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പാസഞ്ചേഴ്സിന് ഉപകാരപ്രദമായതുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചാൽ നമുക്ക് ഇത്തരം അപകടങ്ങൾ കുറെ ഒഴിവാക്കാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയപ്പോൾ ഞാൻ ഓർക്കുന്നത്, എനിക്കാണെങ്കിൽ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ജനറൽ ട്രെയിനിലിങ്ങനെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ കയറേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് പേര് ഒരു കോച്ചിനകത്ത് നമ്മളിങ്ങനെ ശ്വാസം മുട്ടിക്കുന്ന പോലെ ഇങ്ങനെ ആളുകൾ. അപ്പോൾ ഞാൻ കണ്ടിട്ട് പേടിച്ചു പോയത്, വെളിയിൽ അതായത് കുറേ പേര് ഇങ്ങനെ തൂങ്ങി പിടിച്ച് ജസ്റ്റ് ആ സ്റ്റെപ്പിൽ നിന്നിട്ട് കുറേ ദൂരം അവർ വരുന്നുണ്ട്. അങ്ങനെയും പാസഞ്ചേഴ്സ് പോകുന്നത് ഞാൻ കണ്ടു ആ സമയത്ത്. അപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ പേടിക്കും, ഒരു കൈ വിട്ട് ഞാൻ നേരെ താഴേക്ക് പോകില്ല. അങ്ങനെ ഒരുപാട് നേരം ആളുകൾ ഈ ജനറൽ കമ്പാർട്ട്മെന്റ്സിൽ അങ്ങനെ ഉന്തിത്തള്ളി അങ്ങനെ പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ വെച്ചുകൂടെ, ഇത്രയും പേർക്ക് കയറാവുള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിൽ. അതിന്റെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ ജനങ്ങൾ അതനുസരിക്കില്ല. അപ്പോൾ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം അതിൽ വരുന്ന വണ്ടിയിൽ ഇപ്പോൾ എറണാകുളം സ്റ്റേഷനിൽ ഇരിക്കുന്ന ആൾക്ക് ഈ അവിടുന്ന് വരുന്ന പാസഞ്ചർ വണ്ടിയിൽ എത്ര ആളുണ്ട് എന്ന് അറിയാനോ യാതൊരു മാർഗവുമില്ല. ഇത്ര ടിക്കറ്റ് വിറ്റുപോയി എന്നുള്ളത് ഇപ്പോൾ ഓരോ പാസഞ്ചറും എവിടേക്കാണ് ടിക്കറ്റ് എടുക്കുക എന്നുള്ളതൊന്നും കണക്കൂട്ടി എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം ആ പാസഞ്ചറിൽ എത്ര പേരുണ്ട് എന്നുള്ളത് അതിൻ്റെ ഉള്ളിലിരിക്കുന്നവർക്ക് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മുഴുവനും ഓൺലൈൻ ആക്കണം. മുഴുവൻ ഓൺലൈൻ ആക്കണം. അത് സാധ്യമായ കാര്യമല്ല. നാട്ടുകാർ നേരിട്ട് ടിക്കറ്റ് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് ഓൺലൈൻ ആക്കിയാലും ഈ ഒരു പ്രശ്നം അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ വണ്ടിയിൽ എത്ര പേരുണ്ടാവും എന്നറിയാൻ മാർഗ്ഗമില്ല. അപ്പോൾ പിന്നെ
സാധാരണ ഞങ്ങളുടെ അവിടെയൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതേമാതിരി കൂടുതൽ ആൾക്കാരായിട്ട് ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവിടെ റെയിൽവേ സ്റ്റേഷൻ ഉപരോധിച്ച പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം റെയിൽവേക്ക് അതിന് അത്ര എളുപ്പം ഒരു പരിഹാരം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഈ ട്രെയിനിലെ നീറ്റ്നെസ്സിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ എനിക്കൊന്ന് ഒരു നോർത്ത് സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ AC കോച്ചസിൽ പോലും ആളുകൾ ഇടിച്ച് കയറുന്നത് അവിടുത്തെ വാഷ്റൂംസ് വരെ യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. യാത്രക്കാർക്ക് സത്യം പറഞ്ഞാൽ ഈ വാഷ്റൂം സൗകര്യമാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒട്ടും നീറ്റ്നെസ് ഇല്ലാണ്ട് ഇപ്പോൾ ഉള്ള ട്രെയിനുകളിൽ എല്ലാത്തിലും ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പറിൽ വിളിച്ചിട്ട് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷനിൽ ആൾ വന്ന് ക്ലീൻ ചെയ്യും. ചില ട്രെയിനുകളിൽ അതിന്റെ ഉള്ളിൽ തന്നെ ആളുണ്ടാവും, അവരൊന്ന് ക്ലീൻ ചെയ്യും. ഇനി പക്ഷേ നമ്മുടെ യാത്രക്കാർ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല ആദ്യം. അല്ലെങ്കിൽ റെയിൽ മദത് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. പിന്നെ അത് ഇതായിട്ടും കിട്ടും, നമ്മൾ നെറ്റിലും കിട്ടും, അല്ലാതെ ഇപ്പോൾ ഗൂഗിളിൽ ക്രോമിലോ ഒക്കെ പോയാലും കിട്ടും. അപ്പോൾ ആ സൈറ്റിൽ പോയിട്ടോ ആപ്പിൽ പോയിട്ടോ നിങ്ങൾ കംപ്ലൈന്റ് PNR നമ്പർ സഹിതം, PNR നമ്പർ മീൻസ് നിങ്ങളുടെ ടിക്കറ്റിൽ കൊടുത്തിട്ടുള്ള PNR നമ്പർ സഹിതം കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള കസ്റ്റമർ സർവീസ് ഇന്ത്യൻ റെയിൽവേയാണ്. അത് പരിഹാരം ഉണ്ടായിരിക്കും, ഒരു സംശയം വേണ്ട. അത് ഞാൻ പല പ്രാവശ്യം നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് ഒരു പ്രാവശ്യം ചായ കിട്ടിയത് പകുതി ചായയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ കംപ്ലൈൻറ്റ് കൊടുത്തു. പിറ്റേ ദിവസം കോൺട്രാക്ടർ ഇയാളുടെ വീട്ടിൽ വന്ന് കണ്ടു എന്നാണ് എന്നെ പറഞ്ഞത്. കാരണം അത്ര കാര്യക്ഷമമാണ് അവർ, അത്രയും സീരിയസ് ആയിട്ട് പാസഞ്ചേഴ്സിന് അവരുടെ കംപ്ലൈൻസിന് എടുക്കുന്നുണ്ട്. റെയിൽവേ അതിന് പരിഹാരം ഉണ്ടാക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ബാക്കി ഇന്ത്യയിലെ എല്ലാ കമ്പനികൾക്കും മാതൃകയാണ് ഇന്ത്യൻ റെയിൽവേ. പക്ഷേ യാത്രക്കാർക്ക് പലർക്കും ഈ റെയിൽ മദത് എന്ന് പറയുന്ന ആപ്പിനെ പറ്റിയിട്ട് അറിയില്ല. അത് ഉപയോഗിച്ചാൽ വലിയ തോതിൽ നിങ്ങൾക്ക് കംപ്ലൈൻസിന് പരിഹാരം ഉണ്ടാവും. ഈ ക്ലീൻലിനെസ് ഒക്കെ പ്രത്യേകിച്ച് ക്ലീൻലെസ്, ബെഡ്ഷീറ്റ് കിട്ടാത്ത പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പിന്നെ ഈ പാറ്റ അയച്ച അങ്ങനെയുള്ള കംപ്ലൈൻസ്, അതല്ലെങ്കിൽ തെറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകളുമായിട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും എൻ്റെ ഒരു സുഹൃത്ത് അപ്പുറത്ത് കിടക്കുന്ന ഒരു പാട്ട് പാടുന്നു എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ഉണ്ടാക്കിയിട്ട് RPF വന്ന് അത് നിർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കി തരും റെയിൽവേ. ആ കാര്യത്തിൽ റെയിൽവേ 100% ഗ്യാരണ്ടി ഞാൻ തരാം, പരിഹാരം ഉണ്ടാവുകയും. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ബുക്സ് എഴുതുന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് നമ്മളോട് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് സ്റ്റോറീസ് അടങ്ങിയിട്ടുള്ള ബുക്സ്. അപ്പം ഇപ്പോൾ കറൻ്റ്ലി ഏത് ബുക്കാണ് ഇപ്പോൾ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത്, എഴുതിക്കൊണ്ടിരിക്കുന്നത്? നൂർജഹാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഞാൻ ഉത്തരം പറഞ്ഞു വന്നപ്പോൾ വിട്ടുപോയതാണ്. ഈ ട്രോമകളെ എങ്ങനെയാണ് ഞാൻ നേരിടുന്നത് എന്ന് ചോദിച്ചിരുന്നത്. അപ്പോൾ ശരിക്കും ഈ ട്രോമകള് സത്യത്തില് നമുക്ക് നേരിടാൻ പലരും പല വഴിയാണ് കാണുന്നത്. ഞാൻ കണ്ടെത്തിയത് ശരിക്കും പറഞ്ഞാൽ എഴുത്തിന്റെ രീതിയാണ്. നമ്മുടെ അനുഭവങ്ങളും അല്ലാതെ മറ്റ് ഞാൻ ആദ്യം ബ്ലോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്ലോഗിലൂടെ ഞാനൊരു 3 കഥാസമാഹാരങ്ങൾ, ആപ്പിൾ, പന്തലാസ, കുരുവിയുടെ റിപ്പബ്ലിക് എന്ന 3 കഥാസമാഹാരങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ അനുഭവ കുറിപ്പുകൾ എഴുതിയിരുന്നത്. ബ്ലോഗിൽ തന്നെ ചെയ്തിരുന്നത്. ബ്ലോഗിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരിക്കലും അതിൻ്റെ ഒരു ലേഖനം മംഗളം ഓണപ്പതിപ്പിൽ അച്ചടിച്ച് വന്ന് കണ്ടിട്ട് മാതൃഭൂമി ബുക്സിൽ നിന്ന് അവർ വിളിച്ചിട്ട് ആണ് തീവണ്ടി യാത്ര എന്ന് പറയുന്ന ആദ്യത്തെ അനുഭവ കുറിപ്പുകൾ പുറത്തു വരുന്നത്. അത് ധാരാളം വായിക്കപ്പെട്ടു. ഇപ്പോഴും അത് വിപണിയിലുണ്ട്. 4 എഡിഷൻ കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതിൻ്റെ ഏകദേശം രണ്ടാം ഭാഗം എന്ന് പറയാവുന്ന രീതിയിൽ തീവണ്ടി ജീവിതം എന്ന് പറഞ്ഞ വേറൊരു ഇതുകൂടി അനുഭവ കുറിപ്പിലൂടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നോവലിൻ്റെ ഒരു 2 ചാപ്റ്ററോളം എഴുതി. പക്ഷെ അത് എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ. അപ്പോൾ ഈ ട്രോമാസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ കളയുന്നത് ഇങ്ങനെ എഴുത്തിലൂടെയാണ്. ആ ഒരു രീതിയിലാണ് അതൊക്കെ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. ഓരോരുത്തരും ഇത് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള പലരും അങ്ങനെ പല രീതിയിൽ അവർ ഇത് ട്രോമയെ കവർ ചെയ്യാൻ അവരറിയാതെ തന്നെ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ തന്നെ അറിയാതെ എത്തിപ്പെട്ടൊരു മേഖലയാണ് എഴുത്ത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ വേറെ സ്പോർട്സിൽ ഇതായിട്ടുള്ള കഴിവുള്ള ആൾക്കാരുണ്ട്, പാട്ട് പാടാൻ പോകുന്നവരുണ്ട്. അങ്ങനെ അവരുടേതായിട്ടുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും അവർ പോലും അറിയുന്നുണ്ടാവില്ല അവർ ചെയ്യുന്ന ഇതാണെന്ന്. പക്ഷെ ശരിക്കും അത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അനുഭവം. അപ്പോൾ ഒരു ലോക്കോ പൈലറ്റിന് ഇന്റർവ്യൂ എടുക്കുമ്പോഴത്തേക്ക് എന്തായാലും മിസ്സാക്കാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യനാണ് കെയറെയിലിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ചർച്ചകളും പല രീതിയിലുള്ള ചർച്ചകളൊക്കെ കാണുന്നുണ്ട്. എന്താണ് സാറിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അതിൽ? ഒരു റെയിൽവേ മാൻ എന്നുള്ള നിലക്ക് ഞാൻ കെയറെയിലിനെ അനുകൂലിക്കും. കെയറെയിൽ എന്നല്ല,
ഒരു ആൾട്ടർനേറ്റീവ് റെയിലിനെ അനുവദിക്കുന്നതാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം എന്ന് പറയുന്നത് ബോംബെയും ഡൽഹിയും ഒക്കെ പോലെയുള്ള ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. മൊത്തത്തിൽ കേരളം മൊത്തത്തിൽ കേരളത്തില് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആൾക്കാർ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് അവരുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജോലി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നുണ്ട്, കല്യാണത്തിന് പോകുന്നുണ്ട്, പിന്നെ മറ്റേ സെക്രട്ടേറിയറ്റിൽ എന്തെങ്കിലും ആവശ്യം വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ ധാരാളം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്രയൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ കൊച്ചി മെട്രോ വന്നിട്ട് കൊച്ചി മെട്രോയിൽ മാത്രം ഒരു ദിവസം 65,000-ന് മേൽ ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക്. അപ്പോൾ കെയറെയിലിനെ പോലെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ അവധി ദിവസങ്ങളിൽ ഈ ഓണാവധി അതുപോലെ പൂജാവധി അങ്ങനെയുള്ള അവധി ദിവസങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും വാർത്ത കാണാറുണ്ട്. നേത്രാവധി കയറാൻ പറ്റിയില്ല, മറ്റ് വണ്ടി കയറാൻ പറ്റിയില്ല, ആൾക്കാർ കുഴഞ്ഞു വീണു എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ വണ്ടി കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, പ്രത്യേകിച്ച് മലബാറിലേക്ക് വളരെ കുറഞ്ഞ വണ്ടി. അപ്പോൾ അവർക്ക് യാത്രാ സൗകര്യം ഒരുക്കേണ്ടതിന് ഒരു ആൾട്ടർനേറ്റീവ് അത്യാവശ്യമാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന മാർഗമാണ് കെയറെയിൽ എന്ന ആ പേര് മാറ്റിയിട്ട് നിങ്ങൾ ഇറയിലെന്നോ എപ്പിറയിലെന്നോ അല്ലെങ്കിൽ ബീറയിലെന്നോ എന്ത് പേരിട്ടാലും അങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ് ആവശ്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇപ്പം ബോംബെയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ബോംബെയിൽ ഇത്രയധികം പുരോഗതി ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ സബർബൻ ട്രെയിനുകളാണ്. അവിടെ നിങ്ങൾക്ക് രാത്രി 2 മണി വരെ നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും വളരെ ധൈര്യമായിട്ട് പോകാൻ പറ്റും. എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ സൗകര്യം ഉപയോഗിച്ച് അവരുടെ ജീവിതത്തിന് പുരോഗതി ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ജീവിതവും പുരോഗമിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വളരെ അത്യാവശ്യമായിട്ട് ഒരു മരണം ഉണ്ടായി. അപ്പോൾ ഞാനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്ദേ ഭാരത് ഉണ്ടായ ശേഷം എന്തോരം ഒരു സൗകര്യം അനുഭവിക്കുന്നതാണ്. വന്ദേ ഭാരത് പോലെ എൻ്റെ അഭിപ്രായത്തിൽ വളരെ കുറഞ്ഞ ഒരു പരിഹാരമാണ്. വന്ദേ ഭാരതിൽ മംഗലാപുരത്ത് നിന്ന് ആലപ്പുഴ വരെ ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. മറ്റേന്ന് പറഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തേക്ക് എത്താൻ 4 മണിക്കൂർ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ ഭയങ്കരമായിട്ട് പുരോഗതിയിലേക്ക് നയിക്കുന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിൽ രാഷ്ട്രീയപരമായ മാനങ്ങൾ വെച്ചിട്ട് ഓരോരുത്തരുടെ വാദങ്ങൾ പലതുണ്ട്. ഇപ്പോൾ ഞാൻ ഒരിക്കലൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് പോയപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞത് കെയറെയിലിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയിട്ട് അവരുടെ പാർക്കിങ്ങിന് വേണ്ടി വണ്ടി വരുമ്പോൾ മുഴുവൻ ട്രാഫിക് ബ്ലോക്ക് ആവും, അത് കൊണ്ട് പ്രശ്നം. അങ്ങനെ ഒരു പല മുട്ടു ന്യായങ്ങളാണ് പലരും പറയുന്നത്. ഇപ്പോൾ ചിലർ പറയും ഇതിന് സമാന്തരമായിട്ടൊരു പാത ഉണ്ടാക്കിയാൽ മതി. ഈ സമാന്തരമായിട്ടൊരു പാത ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലത്തെ അവസ്ഥയിൽ ഒരുപാട് പരിസ്ഥിതി നാശങ്ങൾ ഉണ്ടാകും, ഒരുപാട് ബിൽഡിങ്ങുകൾ പൊളിക്കേണ്ടി വരും, ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ ഇതെല്ലാം നശിപ്പിക്കേണ്ടി വരും, പിന്നെ ഈ നിരത്തേണ്ടി വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഇത് നമുക്ക് സൗകര്യപ്രദമായ റൂട്ടിലൂടെ 2, 3, 4 പാളങ്ങളിട്ട് അതിലൂടെ കൂടിയ സ്പീഡിൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ജനങ്ങൾക്കത് ഭയങ്കര ഉപകാരപ്രദമായിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അത് കഴിയുന്നതും ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഒഴിവാക്കിയിട്ട് എല്ലാവരും ചേർന്ന് അതിനുവേണ്ടി ശ്രമിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതെ. അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു, നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം തന്നു ഈ തിരക്കിനൊക്കെ ഇടയിലും. അപ്പോൾ എന്തായാലും സാർ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.